السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ഹദീസ് ശുദ്ധമായ ഖുർആനിലെ ചില പ്രത്യേകമായ സൂറത്തുകളും ആയത്തുകളും ഓതാനുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ പ്രേരണയും പ്രോത്സാഹനവും അതിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു തന്നതിനുമാണ്. അൽ-ഹസ്സ് അലാ ബഅദി സൂവർ വ ആയാത്ത് മഖ്സൂസ, ഖുർആനിലെ പ്രത്യേകമായ ചില സൂറത്തുകൾ, ചില ആയത്തുകൾ എന്നിവയെ അൽ-ഹസ്സ് ഇതിനെ പ്രേരിപ്പിക്കുക, അതിന്റെ പ്രത്യേകതകൾ പറയാം. നബി സഈദ് റാഫിഈൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ സഈദ് റാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അലാ ഉഅല്ലിമുക അഅ്ലമ സൂറത്തിൻ ഫിൽ ഖുർആനി ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്. നിങ്ങൾക്ക് അലാ ഉഅല്ലിമുക, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അഅ്ലമ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത്, ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്, എന്ന് പള്ളിയിൽ നിന്ന് പോണതിന്റെ മുമ്പ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ. ഫഅഖദ ബിയദി, അങ്ങനെ നബി എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. ഫലമ്മ അറദന അൻ നഖ്റുജ, പിന്നെ ഞങ്ങൾ പുറപ്പെടാൻ ഉദ്ദേശിച്ചപ്പോ ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നക ഖുൽത, നിശ്ചയമായും നിങ്ങൾ പറഞ്ഞു, ലഉഅല്ലിമന്നക അഅ്ലമ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് പഠിപ്പിച്ചു തരും എന്ന് എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖാല, നബി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അദീം അല്ലദീ ഊതീതുഹു. അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ്. അസ്സബ്ഉൽ മസാനി അഥവാ ഫാത്തിഹയാണ്. ബിസ്മി കഴിഞ്ഞ അൽഹംദു കൊണ്ടാണല്ലോ ഫാത്തിഹ തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സബ്ഉൽ മസാനി, എപ്പോഴും ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളാണ്. ഏറ്റവും ഓഫ്റ്റ് റിപ്പീറ്റഡ്, എപ്പോഴും ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളാണല്ലോ ഫാത്തിഹയിലെ 7 ആയത്തുകൾ. അതാണ് അസ്സബ്ഉൽ മസാനി. അപ്പൊ അസ്സബ്ഉൽ മസാനി എന്ന വിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത്, ഒരു അഭിപ്രായ പ്രകാരം ഖുർആനിലെ ഏറ്റവും ആദ്യത്തെ വലിയ 7 സൂറത്തുകൾക്കും സബ്ഉൽ മസാനി എന്ന് പറയുമെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ ഫാത്തിഹയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടതെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. ഫാത്തിഹയുടെ പ്രത്യേകത, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത്, അതുകൊണ്ട് തന്നെ ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചതിന്റെ ഒരു ഹദീസ് നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഫാത്തിഹ കൊണ്ട് സഹാബത്ത് വലിയ വിഷമുള്ള പാമ്പ് കടിച്ച ഒരാളെ മന്ത്രിച്ചോതി അത് സുഖപ്പെടുത്തി, അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫാത്തിഹ ഇത്ര വലിയ മന്ത്രമാണെന്ന് നിങ്ങൾക്ക് ആരാണ് പറഞ്ഞത്, എങ്ങനെയാണ് മനസ്സിലായതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. അബീ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഖാല ഫീ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അല്ലാഹുവിനെ തന്നെ സത്യം. ഇന്നഹാ, നിശ്ചയമായും സൂറത്തുൽ ഇഖ്ലാസ്, ലതഅദിലു സുലുസൽ ഖുർആനി, ഖുർആനിന്റെ 1/3 സമമാകും. അപ്പൊ ഖുർആനിന്റെ 1/3 ശ്രേഷ്ഠതയാണ് സൂറത്തുൽ ഇഖ്ലാസിന് മാത്രമുള്ളത്. അതുകൊണ്ടാണ് ദുആയുടെ മുമ്പ് വിശുദ്ധമായ ഖുർആനിന്റെ ഈ ശ്രേഷ്ഠമായ സൂറത്ത് 3 പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത്. വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതുന്നതിന്റെ, ചുരുങ്ങിയ സമയം കൊണ്ട് മുഴുവൻ ഓതുന്നതിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദുആയുടെ മുമ്പൊക്കെ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്. ഒരു റിവായത്തിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അസ്ഹാബിഹി, നബി തങ്ങൾ തന്റെ സഹാബാക്കളോട് പറഞ്ഞു, അയഅജിസു അഹദുക്കും അൻ യഖറഅ ബിസുലുസിൽ ഖുർആനി ഫീ ലൈല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖുർആനിന്റെ 1/3 ഒരൊറ്റ രാത്രിയിൽ ഓതല് പ്രയാസമാകുമോ? ഫശഖ്ഖ ദാലിക അലൈഹിം, അപ്പോൾ അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടുള്ള പോലെ അവർ ഫീൽ ചെയ്തു. ഫശഖ്ഖ ദാലിക അലൈഹിം, ഫഖാലു, അവർ പറഞ്ഞു, അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, റസൂലെ, ഞങ്ങളിൽ ആർക്കാണ് അങ്ങനെ അതിന് സാധിക്കുക, ഒറ്റ രാത്രി കൊണ്ട് അതൊക്കെ ഓതാൻ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് സുലുസുൽ ഖുർആൻ, ഈ സൂറത്ത് ഖുർആനിന്റെ 1/3.
അപ്പൊ ഫാത്തിഹയുടെ പ്രത്യേകത സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത പ്രത്യേകം ഓതാൻ പറഞ്ഞ സൂറത്തുകളാണ്. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബു ഹാദിഹി സൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ നബി തങ്ങൾ ഒരാളോട് പറഞ്ഞു. അതിന്റെ ചരിത്രം മുമ്പ് നമ്മുടെ ഹദീസിന്റെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഒരാൾ ഏതു സമയത്തും ശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതും. ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് ഓതും, പിന്നെ ഏതെങ്കിലും സൂറത്ത് ഓതി പിന്നെയും സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അങ്ങനെ എല്ലാ പ്രാവശ്യവും സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ആവർത്തിച്ച് ഓതുന്നത് കണ്ടപ്പോൾ ചില ആൾക്കാർക്ക് ഒരു അസ്വസ്ഥത. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു, ഇയാൾ എപ്പോഴും ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ച് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഇത് ഓതുന്നത്? പിന്നെ അയാൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു തിൽക സൂറ, എനിക്ക് ഹാദിഹി സൂറ, ഈ സൂറത്ത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ഇന്ന ഹുബ്ബഹ അദ്ഖലകൽ ജന്ന, നിങ്ങൾക്ക് സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള ഇഷ്ടം നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമായിരിക്കുന്നു. അദ്ഖലകൽ ജന്ന. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് എന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠത ഖുർആനിന്റെ 3-1. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അത് 1,00,000 പ്രാവശ്യം ഓതാനും 70,000 പ്രാവശ്യം 1,00,000 പ്രാവശ്യം ഒക്കെ ജീവിതത്തിൽ ഓതുന്നത് ഖബറിലെ ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധ്യതയുണ്ടെന്നുള്ള അധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. عن عقبة بن عامر رضي الله عنه أن رسول الله صلى الله عليه وسلم قال ألم تر آيات أنزلت هذه الليلة لم ير مثلهن قط. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലം തറ ആയാത്തിൻ, നിങ്ങൾ ചില ആയത്തുകൾ കണ്ടോ? ഉൻസിലത്ത് ഹാദിഹിൽ ലൈല, ഇന്നത്തെ രാത്രി അയക്കപ്പെട്ട ചില ആയത്തുകൾ നിങ്ങൾ കണ്ടോ? ലം യുറ മിസ്ലഹുന്ന ഖത്തു, അതുപോലത്തെ ആയത്തുകൾ ഒരു കാലത്തും കണ്ടിട്ടില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 2 സൂറത്തുകളാണ്. റവാഹു മുസ്ലിം. നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിനൽ ജാന്നി, ജിന്നുകളിൽ നിന്ന് കാവലിനെ തേടുമായിരുന്നു. വഅൈനിൽ ഇൻസാനി, അതുപോലെ തന്നെ ആളുകളുടെ കണ്ണേറ് തട്ടുന്നതിൽ നിന്നും. പിന്നെ സുമ്മ നസലത്തിൽ മുഅവ്വിദത്താൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇറങ്ങിയപ്പോൾ ഫലമ്മ നസലത, ഇത് 2 ഇറങ്ങിയപ്പോൾ അഖദ ബിഹിമ, തങ്ങൾ ഈ 2 സൂറത്തും കാവലിനെ ചോദിക്കാൻ വേണ്ടി 2 സൂറത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാൻ തുടങ്ങി. ഫതറക സിബാഹുമ, ഇത് 2 അല്ലാത്തതൊക്കെ ഒഴിവാക്കി. അഥവാ കാവലിനെ തേടാൻ ഷർറുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, സിഹറുകളിൽ നിന്ന് അടക്കമൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവലിനെ തേടാൻ ഉപയോഗിച്ചത് ഈ 2 സൂറത്തുകളാണ്, സൂറത്തുൽ മുഅവ്വിദത്തൈൻ. അപ്പോൾ ഖുർആനിലെ പ്രധാനപ്പെട്ട സൂറത്തുകളിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട 2 സൂറത്തുകളാണ് സൂറത്തുൽ മുഅവ്വിദത്തൈനും സൂറത്തുൽ ഇഖ്ലാസും. അതേപോലെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, അതേപോലെ സൂറത്തുൽ ഫാത്തിഹ, ഇത്തരം സൂറത്തുകളുടെ പ്രത്യേകതയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.